അവിടെയും കാര്യങ്ങളൊന്നും ശുഭകരമായിരുന്നില്ല. ആ പടത്തിൽ അഭിനയിക്കാതെ ദീപ തിരിച്ചു പോകുന്നു എന്ന് ആലോചിക്കണം. പകരം വീണ്ടും ശോഭയെ തന്നെ ബാലു മഹേന്ദ്ര അതിൽ നായികയാക്കി. ആ ശോഭയെ നായികയാക്കിയപ്പോൾ ഇയാൾ നേരെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ച്, നീയൊന്നും എൻ്റെ പടത്തിൽ അഭിനയിച്ചില്ലെങ്കിലും ഇനി ശോഭയെ അഭിനയിക്കാൻ കിട്ടി എന്നുള്ള രീതിയിലാണ് ബാലു മഹേന്ദ്ര സംസാരിച്ചത്. അപ്പോൾ ഉണ്ണിമേരി അവിടെ വ്യക്തമായി തന്നെ പറഞ്ഞു, സാർ, താങ്കൾക്ക് താങ്കളുടെ സിനിമകളിൽ അഭിനയിക്കാൻ എന്നേക്കാൾ പ്രഗത്ഭമതികളായ നായികമാരെ കിട്ടിയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിക്കണമെന്നില്ല. നിങ്ങൾ എന്നെ വേണ്ടെന്ന് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുകയില്ല എന്ന് വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്തെല്ലാം തന്നാലും ശരി, ബാലു മഹേന്ദ്ര എന്നുള്ള സംവിധാന സിനിമയിൽ ഉണ്ണിമേരി എന്ന ഞാൻ, ദീപ എന്ന ഞാൻ അഭിനയിക്കില്ല. ഇത് എൻ്റെ ശബ്ദമാണെന്ന് അന്ന് ഉണ്ണിമേരി പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിമേരി പറഞ്ഞു, ശോഭയും ഞാനും തമ്മിൽ അടുത്ത ബന്ധങ്ങളില്ല, ഞങ്ങൾ ശത്രുക്കളല്ല. പക്ഷെ ശോഭയുടെ മരണം കേട്ടപ്പോൾ ഉണ്ണിമേരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ അന്നൊക്കെ ബാലു മഹേന്ദ്രയൊക്കെ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാനായിരുന്നു ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നത്, എനിക്ക് പകരം പാവം ശോഭ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്.